പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര മോഷണത്തെ പറ്റി ഞാൻ എന്താണ് ഒന്നും പറയാത്തത് എന്ന് ചില ആളുകൾ അന്വേഷിച്ചതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നുമേ തന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന ഞാൻ എൻ്റെ തീരുമാനത്തെ ഒന്ന് പുനഃപരിശോധിക്കുകയും അങ്ങനെ ആളുകൾ പ്രതീക്ഷിക്കുന്നതിൽ ഏതോ കഴമ്പുണ്ട് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും എന്നാൽ അതേസമയം തന്നെ മറ്റാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇത് സംബന്ധമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അവബോധങ്ങൾ എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന മോഷണം. ആ മോഷണത്തിൽ പെട്ടുപോയ തുക എത്രയാണ് എന്നതിനെപ്പറ്റി ഇന്നും ഒരു വ്യക്തതയില്ല. ചിലർ പറയുന്നു 2 കോടി രൂപയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്, ചിലർ പറയുന്നു 3 കോടി രൂപയാണ്, ചില രാഷ്ട്രീയക്കാർ പറയുന്നു അത് 200 കോടി രൂപയാണ്. നമുക്കറിയില്ല. അതെൻ്റെ പ്രശ്നവുമല്ല. അത് അന്വേഷിക്കാൻ ചുമതലയും കഴിയുമുള്ളവർ അന്വേഷിച്ച് തിട്ടപ്പെടുത്തട്ടെ. മോഷണമാണ്. അത് 2 കോടി ആയാലും 3 കോടി ആയാലും 200 കോടി ആയാലും അത് 200 രൂപയാണെങ്കിലും മോഷണം തന്നെയാണ്. ഈ മോഷണത്തിൽ പെട്ട ചില പേരുകൾ വെളിപ്പെട്ടു വന്നാൽ നമുക്കറിയാം. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു SIT ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെന്തെല്ലാം വെളിയിൽ കൊണ്ടുവരും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിനാഷ് ശുക്ല, രാമശങ്കർ മിശ്ര, ലവ്കുഷ് മിശ്ര, അനുകൽപ് മിശ്ര, കരുണേഷ് പാണ്ഡെ, മനീഷ് കുമാർ യാദവ്, ടിനു യാദവ്, ഇങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ചുമതലയിലുണ്ടായിരുന്ന ചമ്പത് റായ് എന്ന് പറയുന്ന മാന്യൻ രാഷ്ട്രീയമായി വളരെ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ നോക്കുവാൻ പോലും ആരും കൂട്ടാക്കിയിട്ടില്ല. SIT അദ്ദേഹത്തിൻ്റെ 4 അയൽ അടുത്തെത്തുമെന്നും തോന്നുന്നില്ല. അതും എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു സംഭവം ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ അവസാനിക്കാത്ത ചൈതന്യമായ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന രാമനൊരു ക്ഷേത്രമുണ്ടാക്കാനായി ഈ നാട് സാക്ഷ്യം വഹിച്ച വലിയ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ, അതിനുവേണ്ടി പിരിച്ചെടുത്ത ശതകോടികൾ, ക്ഷേത്രമുണ്ടാക്കിക്കഴിഞ്ഞ് ഭയഭക്തിയോടുകൂടി അത് പ്രതിഷ്ഠിക്കുന്ന രംഗങ്ങൾ, പ്രധാനമന്ത്രി അതിൽ ഏറ്റെടുത്ത ചുമതലകൾ, അദ്ദേഹം തൻ്റേതായി പകർന്നു കൊടുത്ത ആത്മീയമായ ചൈതന്യം, ഇതൊക്കെ നാം ദൃക്സാക്ഷികളാണ്. അതിനുശേഷം ഏറെ താമസിയാതെയാണ് ഇത് വെളിയിൽ വന്നത്. പക്ഷേ ഇത് വെളിയിൽ വരുന്നതിന് മുമ്പേ രാമക്ഷേത്ര ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തൊട്ടേ മോഷണം തുടങ്ങിയതാണ്, കളി തുടങ്ങിയതാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളും ഈ തരുണത്തിൽ പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 3-4 ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് മറ്റാരും പറയാത്തത് കൊണ്ട് മാത്രം ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആദ്യമായിട്ട്, രാമക്ഷേത്രത്തിൽ നിന്ന് അവിടെ ആളുകൾ സംഭാവനയായി അവരുടെ ഭയഭക്തിയുടെ സൂചകമായി സമർപ്പിച്ച ഈ വലിയ സംഭാവനകൾ, തുകകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നതുകൊണ്ട് ഇത്രമാത്രം മനസ്സുരുകേണ്ട കാര്യമുണ്ടോ? ശബ്ദകോലാഹലം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? മോഷ്ടിച്ചു എന്ന് പറയുന്ന ആളുകളെ, മോഷ്ടാക്കൾ എന്ന് ധരിക്കപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർക്കൊരു വല്ല നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, അദ്വൈത ഫിലോസഫിയിൽ കള്ളനും കാവൽക്കാരനും ഒന്നാണ്. കള്ളനും
കാവൽക്കാരനും ഒന്നാണ്. യാതൊരു വ്യത്യാസവുമില്ല. വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തോന്നുക മാത്രമാണ്, ഒരു പ്രതീതി മാത്രമാണ്. ആത്യന്തികമായി യാഥാർത്ഥ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? കള്ളനും കാവൽക്കാരനും ഒന്നാണ്. അവിടെ കിടക്കുന്ന കയറും പാമ്പും ഒന്നാണ്. വ്യത്യാസമുണ്ട് എന്നതൊരു പ്രതീതി മാത്രമാണ്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ തോന്നും. ഉദാഹരണമായിട്ട് രാമക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ വൻ തുകകൾ അവിടെ സമർപ്പിക്കപ്പെടാതെ നേരെ ഈ 8 പേരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അത് അവരുടെ മുതലായനെ. നിങ്ങൾ രാമക്ഷേത്രത്തിൽ ഇതൊക്കെ പണി ചെയ്യുന്നില്ല, ഞങ്ങളേതായിട്ട് എന്നാ പിടിച്ചോ 10 കോടി രൂപ എന്ന് പറഞ്ഞ് ആളുകൾ അവരെ ഏൽപ്പിച്ചു. അവരത് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം രാമക്ഷേത്രത്തിൽ കൊണ്ടിട്ടു. അവർ രാമക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് രാവിലെ കിട്ടുന്ന സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്താനായി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് രാമനോടുള്ള ഭക്തി അത്രമാത്രം മൂർച്ഛിച്ചത് കൊണ്ട് രാമനുള്ളത് എൻ്റേതും കൂടെ ആണ് എന്ന ഒരു വൈകാരികമായ അവസ്ഥയിൽ അവർ ചെന്നെത്തിയെങ്കിൽ ആർക്ക് അവരെ കുറ്റം പറയാൻ കഴിയും എന്നതാണ് ഈ ഉള്ളവന് ചോദിക്കാറുള്ളത്. അതെന്താണ് ആളുകൾ ചിന്തിക്കാത്തത്? ഇപ്പോൾ ഒരു അപ്പൻ്റെ മുതൽ മകൻ്റെ കൂടെ അല്ലയോ? അപ്പൻ്റെ മുതൽ മകൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ മകൻ അപ്പൻ്റെ കള്ളനാണ് എന്നാരും പറയാറില്ല. എന്തുകൊണ്ടാണ്? മകൻ അപ്പനോട് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടും അപ്പന് മകനോട് കരുതലുള്ളത് കൊണ്ടുമാണ്. അത്രയെങ്കിലും സ്നേഹവും കരുതലും രാമനും രാമഭക്തന്മാരും തമ്മിലില്ലയോ? ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തൻ്റെ മുതൽ മുറയ്ക്ക് അവിടുന്ന് അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് ഭഗവാൻ രാമന് നന്നായിട്ട് അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ കക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ സംഭവത്തെ പറ്റി തുടർന്നുകൊണ്ടേയിരിക്കുന്ന മോഷണത്തെ പറ്റി അതൃപ്തിയ ഒരു വാക്കെങ്കിലും ഭഗവാൻ രാമൻ ഉച്ചരിച്ചതായി യാതൊരു തെളിവുമില്ല എന്നാരും ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഭഗവാൻ രാമന് നന്നായിട്ടറിയാം ഈ തത്വം എന്താണ്? കള്ളനും കാവൽക്കാരനും ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഭാരതത്തിൽ കുറച്ച് നാൾ ചൗക്കീദാർ ചോർഹെ എന്ന ഒരു വിളി വന്നു. ചൗക്കീദാർ ചോർഹെ, അത് രാഷ്ട്രീയമോ ഒരു ആരോപണമല്ല, അതൊരു ഫിലോസഫിയാണ്. ദ്വന്ദ്വമില്ല, എല്ലാം ഏകമാണ്. ദ്വന്ദ്വം, അതായത് രണ്ട് വ്യത്യസ്തമായി പരസ്പര വിരുദ്ധമായി കാണുന്ന ഘടകങ്ങൾ അത് അപ്പോൾ വിരുദ്ധമാണ് എന്ന് തോന്നുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. മായയിൽപ്പെട്ട് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ സത്തയെ തിരിച്ചറിയാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടാണ് ഇത് രണ്ടും ഭേദഭാവങ്ങളിൽ കൂടെ കാണുവാൻ നമുക്ക് ഇടയാകും. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമായി ഈ ദ്വന്ദ്ങ്ങൾക്കപ്പുറത്ത് കടന്നുള്ള ഐക്യത്തെ കണ്ട് ആ അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ഏറ്റവും ആശ്വാസപ്രദമായ ഒരു സത്യമാണ് കള്ളനും കാവൽക്കാരനും ഒന്ന് തന്നെയാണ്. അത് വ്യത്യസ്തമായ ഘടകങ്ങളല്ല, ഒരേ യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ശ്രീരാമൻ്റെ പക്ഷത്ത് നിന്ന് 2 കോടിയാകട്ടെ 3 കോടിയാകട്ടെ 200 കോടിയാകട്ടെ വളരെ സന്തോഷത്തോടെ ഭയഭക്തിയോടെ കടത്തിക്കളഞ്ഞ ഈ മാന്യന്മാർക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ഒരു നടപടി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാനോ വിശ്വസിക്കുവാനോ സാധിക്കൂ? എനിക്ക് സാധിക്കത്തില്ല. അവരോട് ഈ അപരാധം ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതെനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. മറ്റാരും ഇത് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു തരത്തിൽ നോക്കിയാൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും കള്ളന്മാരാണ്. നമ്മുടെ ജനനം തന്നെ ഈ ഒരവസ്ഥയിലേക്കാണ്. നാം ജനിച്ചപ്പോൾ തൊട്ടേ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം അധ്വാനിക്കാതെ നമ്മുടെ വിയർപ്പിൻ്റെ മണമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നാം ജനിച്ചപ്പോൾ തൊട്ട് ഭക്ഷണം കഴിച്ചതും ഉടുപ്പൊക്കെ ഇട്ട് നടന്നതും വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ചതും ഒക്കെ. നമ്മുടെ പുരോഗതി മുഴുവനും ഈ അവസ്ഥയിലാണ്, മറ്റുള്ളവരുടെ മുതലുകൊണ്ടാണ്.
നമ്മൾ നടക്കുന്ന റോഡ് നമ്മൾ പണിതതല്ല, നമ്മളെ ചികിത്സിക്കുന്ന ആശുപത്രി നമ്മൾ സ്ഥാപിച്ചതല്ല, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം നമ്മൾ നെയ്തതല്ല, അങ്ങനെ മറ്റും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും കള്ളന്മാർ തന്നെയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശുവിൻ്റെ ഇടതും വലതും 2 കള്ളന്മാരെ ക്രൂശിൽ തറച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? മനുഷ്യപുത്രന്റെ ഇടതും വലതും ക്രൂശീകരിക്കപ്പെട്ട 2 പേരും കള്ളന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി മുഴുവനും കള്ളന്മാരാണ്. കള്ളം അല്ലെങ്കിൽ മോഷണം എന്ന ഒരു പ്രക്രിയ മനുഷ്യ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കളയുവാൻ സാധ്യമല്ല. നമുക്കറിയാം, NPA എന്നൊരു കാര്യമുണ്ട്, നോൺ പെർഫോമിങ് ആസറ്റ്സ്. അതെന്താണ്? വലിയ വലിയ കോടീശ്വരന്മാർ, പാവപ്പെട്ടവരാ നമ്മളൊക്കെ ബാങ്കിലിടുന്ന പൈസ രാഷ്ട്രീയമായ സ്വാധീനമുള്ളത് കൊണ്ട് ശതകോടികൾ അവിടുന്ന് മോഷ്ടിക്കുന്നു. ഇപ്പോഴത്തെ NPA 8 ലക്ഷം കോടിയോ 10 ലക്ഷം കോടിയോ എങ്ങാണ്ടാണ്. അങ്ങനെ പൊതു മുതൽ സ്വകാര്യ സ്വത്താക്കുന്ന വീരന്മാരോട് 1 രൂപ തിരിച്ചു കൊടുക്കാൻ ആരും പറയില്ല. കാരണം അവർ മോഷ്ടിക്കുന്ന തുക അത്ര വലുതായതുകൊണ്ട്. അത് ഈ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, പൊളിറ്റിക്സ് അല്ല, പോയറ്റിക്സ് പറയുന്നത്, ഒരു ചെറിയ മോഷണം നടത്തുന്നവൻ നികൃഷ്ടനാണ്, എന്നാൽ വലിയ മോഷണം നടത്തുന്നവൻ മാന്യനാണ്. ഒരു പോക്കറ്റ് അടിക്കാരനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ തല്ലും, അതിൻ്റെ കാരണത്തിൽ കോഡ് വെച്ച് കൊടുക്കും. എന്നാൽ ബാങ്കിൽ നിന്ന് ശതകോടികൾ മോഷ്ടിക്കുന്ന മഹാനെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. ഇതാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ഇതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ കള്ളന്മാർ. ഇപ്പം നമുക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്ന കാറിനകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ E20 പെട്രോളാണ്. അത് 2023 തൊട്ടങ്ങനെ ആയി എന്നാണ് പറയുന്നത്, നമ്മളാരും അറിഞ്ഞതല്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന നഷ്ടം വളരെ വലുതാണ്. 1 ലിറ്ററിന് ഏതാണ്ട് 14 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് കഷ്ടിച്ച് 10-11 കിട്ടുന്നുള്ളൂ. ഞാൻ അറിയാതെ എൻ്റെ പോക്കറ്റ് അടിച്ചതാണ്. മാത്രവുമല്ല, ഈ E20 പെട്രോൾ ഒഴിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള എഞ്ചിൻ ഇല്ലാത്ത കാറുകൾ ഇത് ഉപയോഗിച്ചാൽ അധികം താമസിയാതെ കാറ് കേടായിപ്പോകും. അങ്ങനെ E20 ഉപയോഗിക്കാവുന്ന കാറുകളുടെ എഞ്ചിന് വില കൂടുതലാണ്. അങ്ങനെയും നിങ്ങളുടെ പോക്കറ്റ് അടിച്ചു. ഇതൊന്നും മോഷണമായി ആരും കണക്കാക്കാറില്ല. പിന്നെ നമുക്കറിയാം, രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ മാനിഫെസ്റ്റോയിൽ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ചെയ്തത്. നമുക്കൊക്കെ 15 ലക്ഷം രൂപ തന്നതാണ്, കിട്ടിയതാണ്. ഇതൊന്നും കള്ളമാണ് എന്ന് നാം പറയാറില്ല, കാരണം അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്നതായത്. അപ്പൊ എല്ലാവരും കള്ളന്മാരാണ്. സത്യം അള്ളിപ്പിടിച്ച് നിന്ന് സത്യത്തോടും നീതിയോടും എപ്പോഴും പ്രതിപത്തി കാണിച്ച് ജീവിക്കുന്ന, സത്യത്തിന്റെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ, അതായത് ഭഗവാന്റെ പോലും പോക്കറ്റ് അടിക്കുന്ന ആളുകളെ അല്പം അസൂയോടുകൂടെ നമുക്കൊക്കെ കാണാനൊക്കത്തുള്ളൂ. കാരണം നമുക്ക് അവസരങ്ങളില്ലല്ലോ എന്ന്. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു താത്വികമായ മർമ്മം നാം മറന്നുപോയി. അതായത് ഒന്നും ആരുടെയും അല്ല. നത്തിങ് ബിലോങ്സ് ടു എനിവൺ. അവിടെ ആർക്കും എന്തും ആകാം. ഈ കാണുന്ന ഒന്നും എൻ്റേതല്ല. അത് തത്വശാസ്ത്രമാണ്, ഫിലോസഫി അങ്ങനെയാണ്. നാം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം എൻ്റെ ആണെന്ന് പറയുന്നത്? എൻ്റേതാണ് എന്ന ഈ ഒരു പ്രതീതി നൈമിഷികമാണ്. ആ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന 8 മഹാരഥന്മാരും അവരെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ച വലിയ വലിയ മത്സ്യങ്ങളും ഈ ഫിലോസഫിയിൽ, ഈ സ്പിരിച്വൽ ഫിലോസഫിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. എന്താണ്? ഒന്നും ആരുടേതല്ല. നിങ്ങൾക്ക് വേണേൽ പറയാം ഇത് ഭഗവാൻ രാമൻ്റേതാണ്. നിങ്ങൾ ഭഗവാൻ രാമനോട് ചോദിച്ചിട്ടാണ് പറയുന്നത്? അല്ലല്ലോ. നാം ചോദിച്ചു നോക്കി. തീർച്ചയായും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങൾ ഭഗവാൻ രാമനോട് ചോദിക്കുകയാണ്, ഈ മുതൽ ആരുടേതാണ്? അങ്ങയുടേതാണോ എന്ന് ചോദിച്ചാൽ ഒന്നും എൻ്റേതല്ല, ഇതെല്ലാം മായയാണെന്നേ പറയത്തുള്ളൂ. അതറിയാവുന്ന ആളുകളാണ് വളരെ കാര്യക്ഷമതയോടുകൂടെ അവിടെ വന്ന ധനത്തിൻ്റെ ഒരംശം
അടിച്ചു മാറ്റിക്കളഞ്ഞത് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊരു അഭിപ്രായമാണ് ഈ ഉള്ളവന് ഉള്ളത്. പിന്നെ എനിക്ക് അവസാനമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഭാരതത്തിൽ പുരാതന ഭാരതീയ ദർശനത്തിൽ മോഷണം ഒരു ശാസ്ത്രമാണ്. മോഷണം ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ പേരാണ് ചോരശാസ്ത്രം. ചോരശാസ്ത്രം. ചോരശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ ചോര ഒലിപ്പിക്കാൻ എങ്ങനെയാണ് പരിശീലനം പ്രാപിക്കേണ്ടതെന്ന ശാസ്ത്രമല്ല. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ് അർത്ഥം. അപ്പം മോഷണം എന്ന കലയെ അടക്കി ഭരിക്കുന്ന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ശാസ്ത്രത്തിൻ്റെ പേരാണ് ചോരശാസ്ത്രം. ആ ചോരശാസ്ത്രത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ. അത് ഇപ്രകാരമാണ്. കളവിനൊരു നീതിശാസ്ത്രമുണ്ട്. ശാസ്ത്രത്തോടുള്ള സത്യസന്ധതയാണ് മോഷ്ടാവിന് ബലം. മോഷ്ടിക്കാൻ പോകുന്നവർ ഈ ശാസ്ത്രം നിഷ്കർഷിക്കുന്ന പ്രമാണങ്ങളെ അനുസരിച്ച് വേണം കക്കാൻ, മോഷ്ടിക്കാൻ എന്നതാണ് ഇതിൻ്റെ ആദ്യ പാഠം തന്നെ. ദേവാലയങ്ങളിലോ ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിലോ മോഷണം നിഷിദ്ധമെന്ന് ശാസ്ത്രം പ്രമാണിക്കുന്നു. പക്ഷെ അത് ഇവർക്ക് ബാധകമല്ല. കാരണം ഈ ചോരശാസ്ത്രം അദ്വൈത ഫിലോസഫിയെ മാനിക്കുന്നില്ല. അദ്വൈത ഫിലോസഫിയിൽ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാക്കുന്നവനും കള്ളനും ഒന്ന് തന്നെയാണ്. അദ്വൈത രണ്ടല്ല, അത് ഒന്നാണ്. അതുകൊണ്ട് മോഷണമില്ല. അപ്പോൾ ദേവാലയങ്ങളിലായിക്കൊള്ളട്ടെ, ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിലാകട്ടെ, മോഷണമാകാം. എപ്രകാരമാകാം? അദ്വൈത ഫിലോസഫിയിൽ വിശ്വസിച്ചാൽ അതാകാം. കാരണം കള്ളനും കാക്കുന്നവനും ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ട്. ആപത്തിൽ അലച്ചു വിളിച്ച് ചെല്ലേണ്ടിടത്ത് ആശ്രയം നഷ്ടപ്പെടുന്നവൻ പടുവിധി. പൈതങ്ങളുടെ ഉടയാടകളോ കളിപ്പാട്ടങ്ങളോ കൈവശപ്പെടുത്തുന്നവനും ചോരശാസ്ത്രത്തിൻ്റെ കണ്ണിൽ ശിക്ഷാർഹനാണ്. ഇളം മനസ്സിൻ്റെ നൊമ്പര പീഡകൾ അവന് കുരുക്ക് തീർക്കും. പൈതങ്ങൾ ശപിച്ചാൽ കള്ളൻ്റെ കഥ കഴിയും എന്നാണ്. അതിനാൽ മോഷണ വ്യഗ്രതയ്ക്കിടെ ചെറു ആഭരണങ്ങൾ കൈവശം പെട്ടാൽ അവ മടക്കി വെച്ചുകൊള്ളണം. അതെടുത്തുകൊണ്ട് പോകരുത്. അത് കുഞ്ഞുങ്ങളുടെ ആഭരണമായിരിക്കും എന്നതുകൊണ്ട്. തേടിക്കിട്ടിയവയിലെ ഏറ്റവും വിലപ്പെട്ടതെടുത്ത് ബാക്കിയുള്ളതെല്ലാം അതാതിടങ്ങളിൽ തിരിച്ച് വച്ചിട്ട് പോകണം കള്ളൻ, ചോരശാസ്ത്രം അനുസരിച്ച്. നാൽക്കാലി മോഷണമാണ് പാടെ വർജിക്കേണ്ട മറ്റൊന്ന്. ചോരശാസ്ത്രം അനുസരിച്ച് കന്നുകാലികളെ, നാൽക്കാലികളെ മോഷ്ടിക്കരുത്. പാകം ചെയ്ത ഭക്ഷണവും കവർന്നുകൂടാ, മോഷ്ടിച്ചുകൂടാ. അങ്ങനെ ചെയ്യുന്നത് അന്ന നിന്ദയായി ഭവിക്കുന്നു, ഭക്ഷണത്തെ നിന്ദിക്കുന്നതായി ഭവിക്കുന്നു. അന്നം നിന്ന ചെയ്യുന്നവനെ അന്നം തന്നെയാണ് ചതിക്കുക. പിന്നെ അതുപോലെ പ്രധാനമാണ് വന്ദിക്കേണ്ടവനെ വന്ദിക്കുക എന്നതും. പ്രസ്തുത പ്രകരണം വൃദ്ധജനങ്ങൾക്കും നിരാലംബർക്കും കൂടെ നേരെയുള്ള ഏതൊരു മോഷണത്തെയും വിലക്കുന്നു. വൃദ്ധരുടെയും നിരാലംബരുടെയും സാമഗ്രികൾ, സാധനങ്ങൾ നിങ്ങൾ മോഷ്ടിക്കരുത്. ഒരു പടികളുടെ കടന്ന് മോഷണോദ്യമത്തിനിടെ നേരിടേണ്ടി വരുന്ന വൃദ്ധരുടെ കാൽ തൊട്ട് വന്ദിക്കാൻ ചോരശാസ്ത്രം നിർദ്ദേശിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കാൻ പോകുമ്പോൾ അറിയാതെയാണല്ലോ ആ വീട്ടിലെ എല്ലാ വിവരങ്ങളും നേരത്തെ അറിഞ്ഞിട്ട് ആയിരിക്കണം എന്നല്ല മോഷ്ടിക്കുക. അപ്പോൾ അങ്ങനെ ഭവനം ഭേദിച്ച് വീട്ടിനകത്ത് കടന്നപ്പോഴാണ് അവിടെ ഒരു വയസ്സന് കടലെ കടന്ന് ചക്രശ്വാസം വലിക്കും. അവന് നിന്നെ പ്രതിരോധിക്കാനുള്ള കഴിപ്പില്ല. അപ്പം എന്ത് ചെയ്യണം? ആ കിടക്കുന്നവനെ കാല് തൊട്ട് വന്നിച്ചിട്ട് വേണം ബാക്കിയുള്ള മോഷണം നടത്താൻ. ദൃഢഗാത്രയിൽ നിന്ന് രക്ഷ തേടുവാനായി എരിവുപൊടി വിദ്യ പ്രയോഗിക്കുന്നത് അനുവദനീയമാണ്. നിങ്ങൾ കള്ളനാണ്, നിങ്ങൾക്ക് മോഷ്ടിക്കണം, പക്ഷെ വലിയ കായിക ശേഷിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങളൊരു വീടിനകത്ത് രാത്രി കയറി ചെന്നു. അതിലുള്ളത് ഒരു അതികായനായ ഒരു മല്ലനാണ്. നമ്മുടെ മുഹമ്മദ് അലിയെ പോലെയോ കാഷ്യസ് എന്നാ പറയുന്നത്, മറ്റേ ടൈസനെ പോലെയുള്ള ഒരു ശക്തനായ മനുഷ്യൻ. നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു കൊതുക് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മുളക് പൊടി കരുതിക്കൊള്ളണം.
അത് തക്ക സമയത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കുന്നത് അനുവദനീയമാണ്. ഒരു യഥാർത്ഥ ചോരൻ, യഥാർത്ഥ കള്ളൻ ആരെയും ദേഹോദ്രവം ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. ഈ അയോധ്യയിൽ നിന്ന് രാമൻ്റെ പണം മോഷ്ടിച്ച ആരും രാമൻ്റെയോ മറ്റാരുടെയെങ്കിലോ ദേഹം ഉപദ്രവിച്ചതായി യാതൊരു ആരോപണവും ഇല്ല. ഉള്ളവനിൽ നിന്നുമല്ലാതെ ഇല്ലാത്തവനിൽ നിന്നും കവരുവാൻ ഉള്ളവൻ്റെ മോഷ്ടിക്കാം, ഇല്ലാത്തവൻ്റെ മോഷ്ടിക്കരുത് എന്ന് ചോരശാസ്ത്രം നിർദ്ദേശിക്കും. ഇപ്പം രാമൻ ഈ ഭാരതത്തിൻ്റെ സ്വത്ത് മുഴുവനും ഭഗവാൻ രാമൻ്റേതാണ്. അങ്ങനെ എല്ലാ സ്വത്തിൻ്റെയും ഉടമയായ, അതായത് കോടാനുകോടി സ്വത്തിൻ്റെ ഉടമയായ ഭഗവാൻ രാമൻ്റെ സമക്ഷത്ത് നിന്ന് 2 കോടി 3 കോടി അല്ലെ 200 കോടി മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിൽ മോഷണമേ അല്ല, അത് ചെറിയ ഒരു ഞുടുക്ക് എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്ന ചോരശാസ്ത്രം, അതായത് മോഷണത്തെ പറ്റിയുള്ള ശാസ്ത്രം പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇത് മുഴുവൻ വായിച്ച് നിങ്ങളെ ബോറടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എവിടെയൊക്കെ ആരാധനാലയമുണ്ടോ അവിടെയെല്ലാം ചെറിയ തോതിലെങ്കിലും മോഷണം ഉണ്ടായിരിക്കും. ഓരോ സ്ഥലത്ത് നടക്കുന്ന മോഷണം അവിടെ വന്നു ചാടുന്ന പണത്തിന് ആനുപാതികമായിരിക്കും. അത് മോഷണം പലവിധം. ഉദാഹരണമായിട്ട് പരുമല ഭയങ്കര ആദായം വന്ന, ഞാനവിടെ 2017 പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജറായിരുന്ന അച്ഛൻ, ഒരു ധിക്കാരി അച്ഛൻ, ഒരു കുട്ടിയാന പോലെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാമോ ഇവിടെ ഓരോ ദിവസവും വന്ന് ചാടുന്ന സംഭാവന എത്രയാണ്? ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതേ ഒരു തുക പറഞ്ഞു, വലിയ തുക പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്ത് ചെയ്യും? അതുടനെ ദേവലോകത്ത് കൊണ്ടുപോകും. ദേവലോകവുമായിട്ട് എന്താണ് ബന്ധം? ആളുകൾ ഇവിടെ വന്ന് പരുമല കൊച്ചു തിരുമേനിയോടുള്ള ബഹുമാനത്തിന് അവിടെ ഇടുന്ന പൈസയും ദേവലോകവുമായിട്ട് എന്താണ് ബന്ധം? അത് മോഷണമാണ്. അപ്പം അത് കഴിഞ്ഞ് ഈ പരുമല പള്ളിയോട് അനുബന്ധമായ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ എന്നെ കാണാൻ വന്നു. അവർ വലിയ പരാതിയുമായിട്ട് വന്നു. അവർ പറഞ്ഞത്, പരുമല ഇങ്ങനെ വരുമാനം വർദ്ധിച്ചു എന്ന് ആ പണക്കൊതി മൂത്തിട്ട് ദേവലോകത്ത് നിന്ന് കൽപ്പന കേട്ടു, ഈ പരുമല നേരെ ദേവലോകത്തിൻ്റെ കീഴെയാക്കണം, അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളെ വേറെയെങ്കിലും ചാടിക്കണം. കാരണം അങ്ങനെ ഒരു ആരാധന കൂട്ടം അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവകാശം അവർക്കായിരിക്കും. അപ്പം അവിടെ പരമ്പരാഗതമായി ആരാധിച്ചുകൊണ്ടിരുന്ന വിശ്വാസികളെ പുകച്ച് ചാടിച്ചിട്ട് വരുമാനം ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന, അതായത് പരുമല കൊച്ചുതിരുമേനിയുടെ പേരിൽ വന്നു ചാടുന്ന ഈ പൈസ ദേവലോകം അരമനയിലോട്ട് കടത്തുന്നത് മോഷണമല്ല, അത് ചോരശാസ്ത്രമല്ല, അത് ചീരശാസ്ത്രമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യ കേരള ഡയസിന്റെ അക്കൗണ്ടിൽ നിന്ന് 8.5 കോടി രൂപ പെട്ടെന്ന് അപ്രത്യക്ഷമായി. എവിടെ പോയി ഇന്ന് വരെ, ഇത് നടന്ന ഒരു 20-25 വർഷത്തിന് മുമ്പാണ്, ഇന്ന് വരെ ആർക്കും അറിയത്തില്ല അതെവിടെ പോയി എന്നറിയില്ല. പിന്നെ നമുക്കറിയാം, ഇങ്ങനെ ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കുക, അതായത് ശബരിമല അയ്യപ്പൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് സ്വർണം ചെമ്പായി മാറുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എവിടെയൊക്കെ ആരാധനാലയമുണ്ടോ അവിടെയൊക്കെ മോഷണമുണ്ട്. ഇതറിയാൻ മേത്ത ആരാണ്? ഇതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളുന്നത്. കാരണം ഇത് നടക്കേണ്ട കാര്യം തന്നെയാണ്. നടന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. 1936 പ്രസിദ്ധീകരിച്ച T.S. എലിയറ്റിൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന നാടകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മണ്ടരായ ആളുകൾ അവിടെ ഭക്തി കാണിക്കാനായിട്ട് വിശുദ്ധ ഇടങ്ങളിൽ പിൽഗ്രിമേജിലൊക്കെ പോയി അവിടുത്തെ വിശുദ്ധന്മാരുടെ മുമ്പിൽ അവരുടെ സ്വർണ്ണമൊക്കെ കൊണ്ടിടും. ഏറെ താമസിയാതെ അങ്ങനെ വിശുദ്ധ സ്ഥലത്തിടുന്ന സ്വർണം വല്ല വേശ്യമാരുടെ മടി ചെന്ന് വീഴും എന്ന് അദ്ദേഹം ആ കൃതിയിൽ ഒരു പോയറ്റിക് ഡ്രാമ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണ്, ചരിത്ര സത്യമാണ്. ഇതറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതിൻ്റെ കാര്യം, ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് എന്തെങ്കിലും കാര്യം സാധിക്കാം എന്ന തത്രപ്പാട് കൊണ്ട് മാത്രമാണ്
അല്ലാതെ നിങ്ങൾക്ക് അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന് നിങ്ങളുടെ നക്ക പിച്ചായിടയ്ക്ക് കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? നിങ്ങളുടെ രൂപ കൊണ്ടോ അണ കൊണ്ടോ പൈസ കൊണ്ടോ വല്ല ആവശ്യമുണ്ടോ? ഏത് ദൈവത്തിനാണ് നിങ്ങളുടെ പൈസ വേണ്ടത്? നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് ആ അപമാനത്തോടുള്ള പ്രതിഷേധമായിട്ടാണ് ഭഗവാൻ ശ്രീരാമനോട് ഇത്രമാത്രം ഭക്തി ആദരവുകളുള്ള 8 പേരും അവരുടെ പുറകെ നിൽക്കുന്ന മഹാരഥന്മാരും ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർ ജീവനെ പോലെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഭഗവാനെ രക്ഷിക്കാനായിട്ടാണ് ഇതവിടുന്ന് അടിച്ചു മാറ്റിയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് കുറഞ്ഞ പക്ഷം ഒരു ഭാരത് രത്ന വേണ്ട, അത് കൂടിപ്പോവും. വേറെ എന്തെങ്കിലും എന്താണ് ഭഗവാൻ സംരക്ഷണ രത്ന എന്ന് വല്ലതും പറഞ്ഞ് എന്തെങ്കിലും ഓർണം, ഒരു പുതിയൊരു അവാർഡ് ഉണ്ടാക്കുക. പത്മശ്രീയോ പോരാ, പത്മഭൂഷൺ പോരാ, പത്മവിഭൂഷൺ പോലും പോരാ, ഭാരതരത്ന കഴിഞ്ഞാൽ പിന്നെയുള്ള ഭഗവാൻ രക്ഷാ രത്ന എന്ന പേരിലാകാം, വേറെ ഏത് പേരിലും ആയിക്കൊള്ളട്ടെ. അങ്ങനെ ഒരു വലിയ അവാർഡ് ഉണ്ടാക്കണം. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 10,000 അവാർഡുകൾ ഒരു വർഷം കൊടുക്കേണ്ടി വരും എന്നൊരു പ്രശ്നം വിളിച്ചാൽ അത് കുറച്ചുകൂടെ സത്യസന്ധമായിരിക്കും. ഇതിനൊരു നാഷണൽ റെക്കഗ്നേഷൻ വളരെ അത്യാവശ്യമാണ് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ യജ്ഞത്തിന് മുതിർന്നവരോട് ദയവായി നിങ്ങൾ അപരാധം കാണിക്കരുത്. അവര് ചെയ്ത പ്രവൃത്തി അവരുടെ കണ്ണിൽ കൂടെ നിങ്ങൾ കണ്ടാൽ അവരെ ഒരു വിധത്തിലും പഴി ചാരാൻ സാധ്യമല്ല എന്ന ഈ ഉള്ളവൻ്റെ എളിയ അഭിപ്രായം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.